ഞാൻ ചോദിക്കുന്നത് ഇനി മാലിക പണിക്കർ എങ്ങനെയുള്ളൊരു വരനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു യു എന്തൊക്കെ ക്വാളിറ്റീസ് മേ ബി ഈ ഇൻ്റർവ്യൂ കണ്ട് ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നി വരികയാണെങ്കിലോ? എനിക്ക് ആരെങ്കിലും ഒരു നല്ല ഹസ്ബൻഡായിട്ട് നീ ഒന്നും പോയിട്ട് ജോലി എടുത്ത് ജീവിക്കേണ്ട, വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കിയിട്ടിരുന്നു അല്ലെങ്കിൽ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിതം എനിക്ക് വന്നാൽ ഞാൻ ആദ്യം ഇതെല്ലാം ഉപേക്ഷിച്ചു. ചിലപ്പോൾ ഞാൻ തന്നെ ജീവിതത്തിൽ എൻ്റെ മരുമകൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കല്യാണം കഴിച്ച് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു. he was making shame of me. അത് ഈ പ്രായമായതുകൊണ്ടാണോ അങ്ങനെ ഒരു? അപ്പോൾ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ റോഡിൽ പോയി ഇരുന്നാൽ മാത്രമാണോ പിന്നെ നിങ്ങൾ എല്ലാം അച്ചീവ് ചെയ്തല്ലോ പറയുന്നത്? ഡസൻറ്റ് നീഡ് ടു ബി ഓൾവേസ് പോലീസിൻ്റെ അടുത്ത് അടി വാങ്ങിയവരും ഇവരും ഇത് പറഞ്ഞില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ എത്രയോ ആൾക്കാർ പിന്നെ പെൻഷൻ വാങ്ങി, എല്ലാവരും ജയിലിൽ പോയവരും അവർക്കൊക്കെയാണോ പെൻഷൻ കൊടുത്തിരിക്കുന്നത്? ഇനി കമ്മിങ് ടു യു, ഇന്ന് നമ്മൾ സാധാരണ കാണുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. ആ ഒരു ലുക്കിലാണ്. പക്ഷെ ഇന്ന് 4 മാസം കാണാതിരുന്ന മാലിക പണിക്കർ തിരിച്ചു വരുമ്പോൾ ഒരു മോഡേൺ ലുക്കിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ ചോദിക്കണമെന്നുണ്ടായിരുന്നു. മോഡേൺ അല്ല, ഇതും ചുടിദാർ തന്നെയാണ്, ഒരു നോർമൽ തന്നെയാണ്. മാലിക വളയിൽ ഇതിപ്പോൾ ആരും ഇടാത്ത, ഇപ്പോൾ ഈ വളയിൽ ഇന്ന് ഇഷ്ടപ്പെടാത്തപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വേടൻ്റെ കല്യാണത്തിന് പോയി, എനിക്ക് പോണ്ടി വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ കയ്യിൽ വളകൾ കണ്ടിട്ട് വേടൻ വന്ന് പറഞ്ഞു, മാലിക ഈ വളം ദയവ് ചെയ്ത് നവമിക്ക് കാണിക്കണ്ട, അവൾക്ക് ഇതുപോലത്തെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സി നമ്മൾ വിചാരിക്കുന്നത് ഒരു കണ്ണാടി വളയലാണ് കേട്ടോ, ആൾക്കാർ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണ്, ശബ്ദം കേട്ടോളൂ, കണ്ണാടി വളയലാണ്. പക്ഷേ ഈ കണ്ണാടി വളയലും എന്തുകൊണ്ട് നമ്മൾ ഇടണു പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, എന്തുകൊണ്ട് ഇടണം എന്നുണ്ട്. ഇതൊന്നും അറിയാണ്ട ആൾക്കാർ, അപ്പോൾ എപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായോ ഞാൻ ഇട്ടു. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ കുപ്പിവളക്ക് ഇത്രയും ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ട്. എന്താണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻസ് ഇല്ലേ, ഈ ജോയിൻസിന് ഈ പോലത്തെ ഗ്ലാസ്സുകളൊക്കെ ഇടുന്ന സമയത്തും രണ്ടാമത് വളയൽ ശബ്ദം കേൾക്കുമ്പോൾ ലക്ഷ്മി വരുന്നാണ് പറയുക. കാലിൽ കൊലുസിട്ടിട്ട് നമ്മൾ കൊലുസിട്ടിട്ട് മണി, അതേപോലെ തന്നെ കുപ്പിവളകൾ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കേൾക്കാനും ഇതാണ്. അതൊക്കെ ഈ സൗണ്ട്, ഈ ഗ്ലാസ് എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തുകൊണ്ട് ക്രിസ്റ്റലിന് നമുക്ക് പിന്നെ വൈബ്രേഷൻ ഉണ്ട്, അതിൽ നല്ല വൈബ്രേഷൻ വരുന്നത്, അതുപോലെ തന്നെയാണ് കുപ്പിവളയും. അല്ലാണ്ട് വെറുതെ കുപ്പിവള നമ്മൾ വെറും അഴകിനും മാത്രമല്ല ഇടുക. ഇപ്പം നിങ്ങൾ കർണാടക പോകും, എത്ര സ്വർണ്ണവള ഇട്ടാലും അവർ 2-3 ഗ്ലാസ് വള, അത് ട്രഡീഷനാണ് അവരുടെ. ഇത് വാല്യൂ ഇല്ലാണ്ടാണോ അവർ ഫോളോ ചെയ്യുന്നത്? അല്ല. ഇന്നിവിടെ കുത്തി, ഇതിനൊരു ഇത് എക്യുപഞ്ചറിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കാർ പലവരും പറയും, ഇതെന്തിനാ മാലിക ഇടേണ്ട ആവശ്യം, മാലിക എന്താ മാടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലേ, മൂക്കുത്തി കുത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട്. സോ ഒന്നും അറിയാണ്ട് ഇതിപ്പോൾ കാത് മുഴുവനും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാത്തിനും പഞ്ചിങ് പോയിന്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നിതൊരു ഫാഷനായി. അന്നത്തെ കാലത്ത് നമ്മുടെ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്ര കുത്തി വയ്ക്കില്ല, എന്ത് ഭംഗിയത് കാണാനല്ലേ, അവരുടെ കാതിൽ കാണുന്ന സമയത്ത് എന്ത് ഭംഗിയായിരുന്നു അത്. അതിന്ന് യൂത്ത് ഫെസ്റ്റിവലിന് മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, വയസ്സായവർ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇത് ട്രഡീഷനായി. അല്ല, ഇത് പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും പിന്നെ നിങ്ങൾ മഹാരാഷ്ട്ര എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവർ കുത്തിവെക്കും. പക്ഷെ അതിനെല്ലാത്തിനും ഒരു മെഡിക്കലി ഒരു പിന്നെ വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ കാലിൽ നമ്മൾ തണ്ടയിടുന്നുണ്ട്, ഈ പാദസരം ഇടുന്നില്ലേ, ഇവിടുത്തെ ജോയിൻസിന് ബലം കൊടുക്കാനാണ്. അതേപോലെ ഗോൾഡ് ചെയിൻ ഇടണം പറയും, ഞാൻ ഇടുന്നില്ല. പക്ഷെ ഗോൾഡ് ചെയിൻ നമ്മൾ ഗോൾഡ് എന്തുകൊണ്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് ചെയിൻ അതുകൊണ്ടാണ് നമ്മൾ താലിയായിട്ട് ഇടുന്ന സമയത്ത് ഗോൾഡിന് നമ്മൾ ദിവസം കുളിക്കാനും വേർവും ഇങ്ങനെ അത് നമ്മുടെ ബോഡിക്ക് അത് അലിയുന്നുണ്ട്. ഗോൾഡ് ഇസ് നീഡഡ് ഫോർ അവർ ബോഡി, വി ഡോണ്ട് നോ. മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് ഉണ്ടാക്കിയ ബോഡി അല്ലേ, അപ്പോൾ ഈ 5 ഇതും വേണം നമുക്ക്. സോ ഇതെല്ലാം എർത്തുനിന്ന് വരുന്നതാണ്. സോ എർത്തുനിന്ന് വരുന്നത് എർത്തിൻ്റെ ഈ ദേഹം സ്വീകരിക്കുക. അതുകൊണ്ടല്ലേ ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണ് നല്ലത്, കെമിക്കൽ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ എന്തിനാ ഹെർബൽ യൂസ് ചെയ്യുന്നത്? അത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യും. വെൻ ഇറ്റ് ഈസ് നോട്ട് ഹെർബൽ, ഇറ്റ് റിയാക്ട്സ്. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുപ്പിവളക്ക് ഇത്രയും വലിയൊരു മിസ്റ്ററി ഉണ്ട് എന്നറിയാൻ പറ്റിയത്. അത് വന്നിട്ട് എനിക്ക് രേവതി ശങ്കർ എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു TV ആർട്ടിസ്റ്റാണ്, വലിയ ആർട്ടിസ്റ്റാണ് അവർ കൈ നിറയെ ഇങ്ങനെ വളയിടും. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്,
അവർ പല വാല്യൂകളും ഇതുപോലെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്താണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. ഓക്കെ. രേവതി ശങ്കറാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ ഞാൻ പോയി, പക്ഷേ ഇപ്പം ഇന്നും ആൾക്കാർക്ക് അത് അറിയില്ല ഇത് എവിടെയാണ് വാങ്ങേണ്ടതെന്ന്. എത്രയോ ആൾക്കാർ പിന്നെ ചോദിച്ചിട്ടുണ്ട്, മാലികയ്ക്ക് മാത്രം ഇങ്ങനത്തെ വളകൾ കിട്ടണം, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ എത്രയോ പേർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയോ പേർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു യുണീക്നെസ് വേണ്ടേ? ഞാനിപ്പോൾ പബ്ലിക്കിൽ എല്ലാവരുടെ അടുത്തും പിന്നെ നാളെ ഞാൻ വിട്ടിട്ട് പോയി നമുക്കൊരു യുണീക്നെസ് ഉണ്ടാവില്ല, അതിൻ്റെ വാല്യൂ അറിയില്ല. യുണീക്ക് ആയിരിക്കണം മാലിക പണിക്കർ എപ്പോഴും. എനിക്കിന്നൊരു ഐഡൻറ്റിറ്റി വേണം. ഇപ്പോൾ ഞാൻ എന്തെന്നെ ആയാലും തന്നെ ശരി, നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും ശ്വേത മേനോൻ പോലെ ഉണ്ടെന്ന് പറയും. ഐ എം പ്രൗഡ് to be looking like her and the way the structure, everything. I think our frame and the way the structure is so much very similar, close to each other. But അത് ഞാനൊരു വലിയ ഇതല്ലേ എടുക്കും. പക്ഷെ ഒരുപാട് നമ്മൾ അവരുടെ ഞാൻ ശ്വേത മേനോൻ ഞാൻ പ്രോപ്പഗൻഡ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദെൻ മാലിക പണിക്കറിന് അതിൻ്റെ വാല്യൂ ഇല്ല. ആരും എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടെന്നൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു കുത്തു വെച്ചിട്ട് വേണം പറഞ്ഞാൽ ഞാൻ വെച്ചതാണ്, ഞാനിപ്പോൾ ചെയ്യുന്നുമുണ്ട്. ഞാൻ പണ്ട് ഇവിടെ വെക്കുക, പക്ഷെ അതെന്താവും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മാഞ്ഞു പോവും. കണ്ണ് പറ്റാതിരിക്കാനാണോ കുത്തുന്നത്? കറുപ്പ് എന്ന് പറയുന്നത് രാജസ്ഥാനിലൊക്കെ പണ്ട്, ഇപ്പം ഞാൻ ഈ ഇത് ഇടുന്നുണ്ട്, ഇത് ടാറ്റു അല്ല. ഇത് വന്നിട്ട് ഞാൻ കൈ കൊണ്ട് വരയ്ക്കുന്നതാണ്. എനിക്ക് ടാറ്റു കുത്താൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാനിത് എല്ലാവരും ചോദിക്കും ഇത് ടാറ്റു ആണോ എന്ന് ചോദിക്കും. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ ത്രൂ ഔട്ട് ഇത് വന്നിട്ട് എന്തിനാ അറിയോ, നമ്മൾ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ ദൃഷ്ടി ഇടുന്നു അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഒരു ദൃഷ്ടിയുടെ ഒരു വാല്യൂ ആണ്. നമ്മളിത് ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും നാച്ചുറലി ഇഫ് യു ആർ എ ഗുഡ് ലുക്കിംഗ് ആൻഡ് നോട്ട് ഗുഡ് ലുക്കിംഗ് അതിനെക്കുറിച്ച് മാത്രമല്ല, ദൃഷ്ടി എന്നുള്ളത് തൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഭംഗിയോ കളറോ ഒന്നും അല്ല അവിടെ കാരണം. നമ്മൾക്കിപ്പോൾ ഒന്നും ഭംഗിയില്ലാണ്ട് കളർ ഉണ്ടാവില്ല, അവർക്ക് ഭംഗി ഉണ്ടാവില്ല, ഒന്നുമില്ല. പക്ഷെ അവർ നമുക്ക് അട്രാക്ഷൻ തോന്നും. ആ അട്രാക്ഷൻ എന്നുള്ളത് തന്നെ ഒരു ദൃഷ്ടിയാണ്. എല്ലാവരും കണ്ണും ഒരുപോലെ ഉണ്ടാവില്ല. കണ്ണൊക്കെ പറ്റില്ല ശരിക്കും. ഐ ഡു. എനിക്ക് ചില സമയത്ത് ആരും ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം ഉപ്പെടുത്ത് ഞാൻ തന്നെ ചുറ്റി കൊണ്ടുപോയി കളഞ്ഞിടും. ഞാൻ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കും, എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ മോഷൻ പോവില്ല, കോൺസ്റ്റിപ്പേഷൻ ആവും. അതറിയോ നിങ്ങൾക്ക്? എനിക്ക് സംഭവിക്കും. എനിക്ക് മാത്രമല്ല പലവർക്കും. ഞാൻ ചിലപ്പോൾ ടോയ്ലറ്റ് പോയില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇതെന്തോ കഴിച്ചതിൻ്റെ തെറ്റാണെന്നൊക്കെ. ഞാൻ ഉപ്പെടുത്ത് ചുറ്റി കുറച്ച് നേരത്തോളം ഞാൻ ടോയ്ലറ്റ് പോകും. കണ്ണ് പറ്റുന്നതുകൊണ്ടാണോ താങ്കൾ പറയുന്നത് കണ്ണ് പറ്റിയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്? നമ്മൾ കഴിക്കണത് കണ്ടിട്ട് ആൾക്കാർ കണ്ണ് വയ്ക്കും. അതറിയോ? അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പണ്ടൊക്കെ അതും ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ വയറിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കണ്ണെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. ആർക്ക് വേണമെങ്കിലും കണ്ണുകൊണ്ട് പലതും, കണ്ണുകൊണ്ട് എന്തും സംഭവിക്കും. കണ്ണാണല്ലോ കമ്മ്യൂണിക്കേഷൻ. ഒരാളെ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ എങ്ങനെ ഒരാളെ എനിക്ക് എൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം? ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിച്ചിട്ടല്ല. അപ്പം അത്രയും ദൂരം ഇരിക്കേണ്ട ഒരാൾ, എനിക്ക് അയാളോട് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഐ ലൈക്ക് ഹിം, സോ ഐ വാണ്ടഡ് ടു മേക്ക് എ റിലേഷൻഷിപ്പ്. സോ ഹൗ ഡു ഐ മേക്ക്? സോ ആ ഒരു കണ്ണ്, ഒരു ചെറിയ ഐ കോണ്ടാക്ട്, ആ ഒരു കണ്ണിൽ കാണിക്കുന്ന ആ ഭാവങ്ങളാണ് അവർ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുക. അപ്പോൾ കണ്ണെന്നുള്ളത് വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതും പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങും അയ്യോ കണ്ണില്ലാത്ത ആൾക്കാർ. എല്ലാവർക്കും ഒരു കണ്ണില്ലാത്തവർക്ക് അവരുടെ സ്പെഷ്യാലിറ്റി ഉണ്ട്. അവർക്ക് ജീവിക്കാനുള്ള പല കാലും കൈയില്ലാത്തവർ എത്രയോ പേര് വായു കൊണ്ട് ചിത്രം വരഞ്ഞും ജീവിക്കുന്ന ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണത് ഒരു ഡോറ് ക്ലോസ് ചെയ്താൽ ഇനിയൊരു ഡോറ് അവർക്ക് തുറന്നു കൊടുക്കാൻ ദൈവം തന്നെ വഴി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഈ പുറന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് പിന്നീട് അവരുടെ ഫാമിലിയിൽ അവകാശങ്ങളില്ല എന്ന് പറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. അവർക്കിപ്പോൾ അച്ഛനിപ്പോൾ 2 മക്കളുണ്ടാവാം, ആ 2 മക്കളിൽ ഒരാൾ ചിലപ്പോൾ ട്രാൻസ് ആയിരിക്കാം. അപ്പോൾ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ അവൻ ഇഷ്ടത്തിൽ പുറത്തു പോകുന്നു. അയാൾക്ക് ആ വീട്ടിലൊരു അവകാശം ഉണ്ടോ ഇല്ലയോ? ലോ പ്രകാരം ഉണ്ട്. അതിനെ പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യത്തെ കൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരുന്നു.
എൻ്റെ നെയിം ചേഞ്ച്, ഉം. അതെല്ലാം നമ്മൾ പ്രോപ്പർ പ്രോസസ്സിലേക്ക് പോകണം. ഉം. ഇല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും നമ്മളെ പറ്റി, ഇപ്പം ഞാനൊരു ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൽ അറിയാത്ത ആൾക്കാർ പവർ ഓഫ് അട്ടോമി എഴുതി കൊടുക്കും. ഉം. എൻ്റെ അടുത്തും ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഓക്കെ. അന്ന് ഞാൻ കൊടുത്തതായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഉണ്ടാവുന്ന എൻ്റെ പൂർവിക സ്വത്ത് മുഴുവനും പോയിട്ടുണ്ടാവും. ഓക്കെ. ബിക്കോസ് അങ്ങനെയാണ് ആൾക്കാർ, അവരുടെ വിചാരം നമ്മൾ ഈ നാട്ടിലില്ല, ഇല്ലെങ്കിൽ നമുക്കതിനുള്ള എഡ്യൂക്കേഷൻ ഇല്ല, നമുക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലവരും നമ്മളെ ചീറ്റ് ചെയ്യാൻ നോക്കും. സ്വന്തം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറയുകയാണ്, സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ പറയണത്, അവിടെ ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്കാണ്, ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. ഓക്കെ. ഇപ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് 2 പേർക്കും സ്വത്ത് ഈക്വൽ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് ആ വീട്ടിൽ. അതിപ്പോൾ എൻ്റെ സ്വന്തം വീടാവാൻ ഞാനത് പിരിക്കണം. ആ ഒരു പിരിവും കൂടി എനിക്ക് കഷ്ടങ്ങളാണ് തരുന്നത്. ഓക്കെ. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ് ആയതുകൊണ്ട് 2 വിധത്തിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തനിക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ടായിട്ട് പോയി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അറിയും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും എല്ലാവിടെയും ഒരു വിധത്തിൽ ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു ലോ ഉള്ളത് കൊണ്ടാണ് പലവരും നമ്മളെ അത്ര പിന്നെ എഫക്റ്റ് ചെയ്യാത്തത്. ഓക്കെ. ബട്ട് ദേ ആർ പീപ്പിൾ, അറിയാണ്ട് പോയിട്ട് അതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ അതിൽ ഫെയിലിയർ ആയി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമ്മളൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാൻ പറ്റുന്ന എന്താ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വത്തിൽ അവർ എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇതൊക്കെ വില്ലുണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോൾ ഒന്നും എഴുതി വെക്കാണ്ട് അച്ഛനമ്മമാർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ 3 മക്കൾക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവരുടെ മക്കളാണെന്നുള്ളത് നിങ്ങളെ റൈറ്റ് പ്രകാരം അത് എന്തായാലും ഇപ്പോൾ ഒരു മക്കളല്ലാണ്ടാവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ട്രാൻസായി എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ പുറത്താക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വില്ല് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് ഈക്വലായിട്ട് 3 പേർക്കും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം. അപ്പോൾ വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റൈറ്റ് ഇല്ല. അപ്പോൾ അവർ അച്ഛൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ 2 പേരും പേരിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും കോൺസിക്വൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യാം. അല്ല, നമ്മുടെ ഇപ്പോൾ തുല്യാവകാശത്തിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ റൂൾ പ്രകാരം തുല്യാവകാശമാണ്, വില്ല് എഴുതിയാൽ എഴുതിയില്ലെങ്കിലും തുല്യാവകാശത്തിൻ്റെ റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ലീഗൽ അഡ്വൈസേഴ്സ് ഇതിനെ കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മളതിന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മല്ലിക. ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരാത്തത് കൊണ്ട് എന്താ പറയുക, ഞാൻ എല്ലാം കറക്റ്റായിട്ടുള്ള സമയത്തിൽ എനിക്ക് അതിൻ്റെ അവയർനെസ് കിട്ടി. പക്ഷേ ഇതൊരു അനാവശ്യമായിട്ടുള്ള സ്ട്രഗിളാണ് ഇപ്പോൾ. ഇതന്നെ ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും എനിക്ക് തിന്നാൻ പറ്റാത്ത നിലമയിലാണ്. സ്വന്തം വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണ്, എനിക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ആ വീട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് എത്രത്തോളം എന്താ എനിക്ക് ബാധിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ. അവർക്ക് കയറി വരാം. അപ്പോൾ എനിക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഇത് പിരിച്ചത് എൻ്റെ സ്വന്തം സ്വത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കടന്നു പോകുമെന്ന് പറയാം. ഇതിപ്പോൾ ഞാൻ രാത്രി നേരത്ത് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ എടുത്ത് തുറന്ന് വീട്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അപ്പോൾ എനിക്ക് പ്രൈവസി ഉണ്ടോ? ഇല്ല. എൻ്റെ സാധനങ്ങൾ വെച്ചിട്ട് പോയിട്ടുണ്ട്. അഥവാ ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു 10 ദിവസം എവിടേക്കും പോകണം, അവർ കതവ് തുറന്നിട്ട് സാധനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് പോയി, ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? സ്വന്തം കുടുംബത്തിനോട് പോയി ചണ്ടുകൂടാൻ പറ്റുമോ? പിന്നെ അതിന് പോലീസിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു നാണക്കേടല്ലേ? സോ ഇത് മനസ്സിലാക്കേണ്ടത് അപ്പുറത്തെ സൈഡും ഉണ്ട്. പക്ഷെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ എന്നും വേണ്ട, എൻ്റെ ഒരു 2 ഏക്കർ സ്ഥലമാണ് നമ്മൾ വിചാരിച്ചോളൂ. അതിൽ പിന്നെ ഇവർ വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇവൾക്ക് കുട്ടികളില്ല, മക്കളില്ല, എനിക്ക് മക്കളുണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ എനിക്കല്ലേ കൂടുതൽ കിട്ടേണ്ടത്. പക്ഷേ ഇവരൊന്നും മറന്നു പോണത് എന്താ അറിയോ, ഞാൻ അവരെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അച്ഛനമ്മയും ആ കുട്ടികൾ എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ നിന്നത്. സോ നിങ്ങൾ എൻ്റെ കൂടെ നന്നായിട്ട് നിന്നാൽ ഞാൻ ആർക്ക് കൊടുക്കും? അവർക്ക് തന്നെയല്ലേ കൊടുക്കുക. അപ്പോൾ അവിടെ ഫേക്ക് ആയിട്ട് നിന്നാലോ? ഇത് ഫേക്ക് ആയിട്ട് നിന്നോളൂ, എന്നാലും ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുള്ളൂ. എനിക്ക് അറിയാത്തിടത്തോളം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. പക്ഷെ അത്രത്തോളം ഞാൻ എന്നെ ഏമാത്താൻ ഞാൻ അത്ര വലിയ പൊട്ടത്തിയൊന്നും അല്ലല്ലോ. ഒരാളിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ ബിഹേവിയർ നോക്കിയിട്ട് സൈക്കോളജി അറിയാണ്ടാണോ നമ്മളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് പെട്ടെന്ന് തെറ്റ് ഏതാണ് റൈറ്റ് ഏതാണെന്ന്. ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പിലും ഞാൻ ഒരു കുറ്റക്കാരിയായിട്ട് നിന്നുണ്ടാവില്ലേ?
ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിലും കൂടിയിട്ട് എനിക്ക് എന്നെ കുറ്റപ്പെടുത്താനും ആൾക്കാർ പിന്നാലെ നോക്കും. പക്ഷെ അതെല്ലാം നമ്മൾ ക്ലെവറായിട്ട് എങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി അവെയർ. അതിനുള്ള ഒരു എഡ്യൂക്കേഷനും അതിനുള്ള ഒരു അവെയർനെസ്സും, അതിനാണ് ഓപ്പൺ യുവർ ഐസ്. നോട്ട് ഓൺലി ഇപ്പം ഡാൻസ് പറഞ്ഞാൽ ഡാൻസ് മാത്രം ഞാൻ നോക്കില്ല, ഞാൻ വേൾഡ്ലി എല്ലാം നോക്കും. എല്ലാവരുടെ ഇഷ്യൂസിനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വന്ന് പഠിച്ചിട്ടും ഡിഗ്രി വാങ്ങിയിട്ടും പിന്നെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് തന്നെ കിട്ടണം നിർബന്ധമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള റീസൺ ഈ ഒരു ഫൈറ്റ് കാരണമാണോ? അല്ല അല്ല. എനിക്കിവിടെ വരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കൊടുക്കുന്ന കാര്യം വാങ്ങാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. സിംഗപ്പൂരിൽ ആർക്കും വേണ്ട. അപ്പോൾ ഇവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാനുള്ള പ്ലാൻ? വാട്ട്സ് യുവർ പ്ലാൻ? ഡാൻസ് സ്കൂളിന് മാത്രമല്ല, ഡാൻസ് പഠിപ്പിക്കണം. അപ്പോൾ ഒരു സ്കൂൾ വേണം. ബൈ പ്രൊഫഷൻ ഒരു ഡാൻസർ. പക്ഷെ ഞാൻ എത്രത്തോളം എൻ്റെ ലെവലിൽ ഞാൻ നിന്ന് പഠിപ്പിക്കണം. എനിക്ക് അവിടെ ചെറിയ കുട്ടികളെയും പഠിപ്പിക്കണം, വലിയവരെയും പഠിപ്പിക്കണം, എല്ലാം ഞാൻ തന്നെയായിരുന്നു. ഒരു സീനിയർ ലെവൽ, ഇപ്പോൾ ഇവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒരു സീനിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജൂനിയർ കുട്ടികളുണ്ട് പഠിപ്പിക്കാൻ. അതല്ലേ നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ വരിക. ഇതിപ്പോൾ അങ്ങനെയല്ല. ഞാൻ തന്നെ എല്ലാ ചെറിയ കുട്ടികൾക്കും പഠിപ്പിക്കണം. നമുക്കതിനുള്ള ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ ജനറേഷൻ, ഈ ജെൻസികളൊക്കെ നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പറ്റുമോ? അവരുടെ ബിഹേവിയർ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. എന്താണ്, ഞാൻ ആ ഒരു പഴയ ഓൾഡ് ലെവലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരു 20 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിലുള്ള ആൾക്കാരെ നമുക്ക് പഠിപ്പിക്കാം. ആ 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരിൻ്റെ ബിഹേവിയർ പഠിക്കാൻ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ജെൻസി ആയിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ്? ഇപ്പോഴത്തെ ജെൻസിത്തെ ആൾക്കാർ, നിങ്ങൾ അവരൊന്നും പറയാൻ പാടില്ല, അവർ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ബട്ട് ദേ വെരി ക്ലെവർ പീപ്പിൾ, ദേ വെരി അഫെക്ഷനേറ്റഡ്, ദേ വെരി അവെയർനെസ് എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. അവരെ നമ്മൾ അടിച്ചമർത്താൻ പറ്റില്ല. കയ്യിൽ കൊണ്ട് നടക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ അവർ ചെയ്തിട്ട് വരും. ഇപ്പം ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് വരില്ല, ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യിക്കണം. നമ്മൾ അതും ചെയ്യാൻ പാടില്ല. അല്ല, അവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ ജോബ്. ഞാൻ ചെയ്തില്ല. പക്ഷെ അതേ നീ പെർഫോമൻസ് വന്നു, 2 ദിവസത്തിന് മുമ്പ് അവർ പെർഫോമൻസ് വന്നിട്ട് നന്നായി കളിച്ചിട്ടും പോകും. അപ്പോൾ നമ്മൾക്ക് എന്ത് വിചാരിക്കും? നമ്മൾ ശശിയായോ? നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരാഴ്ച റിഹേഴ്സൽ വെച്ചൊക്കെ നടത്തിയിട്ടാണ് നമ്മളിപ്പോൾ വയ്ക്കുക. അത് നമുക്ക് പഴകിപ്പോയി. ഇപ്പോഴത്തെ ജെൻസികൾ അങ്ങനെയല്ല. അവർക്കെല്ലാം ഫോണിലും എല്ലാത്തിനും റെഡിയാണ്. അവരന്ന് ആ നിമിഷം പോയിട്ട് അതിനെ ബൈഹാർട്ടാക്കിയിട്ട് അപ്പം തന്നെ വന്ന് കളിച്ചിട്ട് നന്നായി കളിച്ചിട്ട് അവർ പേരെടുത്തിട്ടും പോകും. അപ്പം നമ്മൾ പൊട്ടത്തിയായി. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ മാറണം എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കഷ്ടമാണ്. അപ്പോൾ എന്താണ് പ്ലാൻ? വാട്ട്സ് യുവർ പ്ലാൻ? ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കേരളം എന്നല്ല, ഇന്ത്യ. സിംഗപ്പൂരിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യനെ എക്സ്പ്ലോർ ചെയ്യണം. ദറ്റ് ഈസ് ഇപ്പോൾ ഞാൻ അടുത്ത മാസം, ഈ മാസം തന്നെ എൻ്റെ ജേർണി തുടങ്ങി. ദറ്റ് ഈസ് എനിക്ക് ഓരോരോ ഡിസ്ട്രിക്ട്, ഓരോരോ കൺട്രിയിൽ, അതായത് നമ്മുടെ ഇന്ത്യത്തെ ഡിസ്ട്രിക്ട് ഒന്നൊന്നും എക്സ്പ്ലോർ ചെയ്യണം ത്രൂ ട്രെയിൻ. സ്റ്റേറ്റ് കവർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സ്റ്റേറ്റിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും കൾച്ചറും അവിടെയുള്ള ഫുഡും എല്ലാം എനിക്ക് അനുഭവിക്കും. അപ്പോൾ മാലിക പണിക്കറിൻ്റെ ഒരു ട്രാവൽ വ്ലോഗ് കാണാനുള്ള അവസരം എനിക്കിപ്പോൾ വേൾഡിൽ പോയിട്ട് വന്നിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ട്രാവലിങ്ങിൻ്റെ ഗൈഡ്, ഒരു ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ആശ. പക്ഷേ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ മറ്റുള്ളവർക്ക്, ദാറ്റ് ഈസ് വെളിനാട്ടിലിരിക്കുന്നവർക്ക് ഞാനൊരു ഗൈഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൂഫാണ്. സോ റൈറ്റിംഗ്, ബ്ലോഗിംഗ് ആണ് താല്പര്യം? എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു റൈറ്റ് ഇൻ എ വെരി നൈസ് മാനർ, ബട്ട് നൗ വി ഹാവ് ഫെസിലിറ്റീസ്. AI ഉള്ള സമയത്ത് ഇതിനെ ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യം. പക്ഷെ വ്ളോഗ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു ക്യാമറ എടുത്ത് വ്ളോഗ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് സമയം വേണം, അതിന് എഡിറ്റിംഗ് ആൾ വേണം, പിന്നെ അതെല്ലാം എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതുമല്ല, അത് ഇനി ഒരാളെ കൂടെ കൂട്ടിയിട്ട് പോണ്ടേ. അപ്പം അതിന് എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതിന് താല്പര്യമുള്ള ഒരാളായിട്ട് എനിക്ക് കിട്ടിയ നാണം വരുന്നുണ്ടല്ലോ ഫേസിൽ. ഓഫ്കോഴ്സ് ഞാനിന്ന് എത്ര വയസ്സായാലും സ്റ്റിൽ ഐ എം യങ്. ഓക്കെ. ആൻഡ് ഇൻ ഇന്ത്യയിൽ എന്താ ഒരു കാര്യമുണ്ട്, ഇവിടെ എനിക്ക് ലിവിങ് റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല ആൾക്കാർ. അത് ഒരു പിന്നെ അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിറ്റിയാണത്. സോ ഞാനിവിടെ ചെയ്യണമെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് തന്നെ ജീവിക്കണം.
അപ്പോൾ അതിന് എനിക്കൊരു പാർട്ട്ണർ വേണം. So you're looking for a partner in India. Doesn't matter whether it's India or anywhere, but the person can stay with me here. അപ്പോൾ ബോയ്ഫ്രണ്ട് അവിടെയുള്ള ജർമ്മനിയിലുള്ള ബോയ്ഫ്രണ്ട് അതിപ്പോൾ ഉണ്ട്. അതും പറഞ്ഞിട്ട് എനിക്ക് we have been lived 15 years. But he is not ready to, he doesn't travel, he doesn't come here. അവർക്ക് തൻ്റെ ജർമ്മനി വിട്ടിട്ട് വരില്ല. ഇപ്പോൾ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഞാനില്ലെങ്കിൽ അവിടെ പോയി സെറ്റിൽ ആവണം. അവിടെ പോയി കഴിഞ്ഞാൽ മാലിക എന്നുള്ള ഒരാളെ ഇല്ലാണ്ടാവും. അപ്പോൾ താങ്കളുടെ പ്രൊഫഷണൽ അപ്പോൾ എൻ്റെ ഞാൻ ചേർത്തി വെച്ചിരിക്കുന്ന എൻ്റെ അസേർട്ടുകൾ ഞാൻ ആർക്ക് കൊടുക്കും? So you are going to break up with him? We not break up. I can still go. I can see, relationship is not for a certain time I can they become a good friend to you. Okay. And you don't need to break. Okay. Break eppo varum if there is no understanding. Okay. And is an expectation. That is നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ accept ചെയ്യണം. That is നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ acceptation ഉണ്ടെങ്കിൽ then there is a chance of being together. So you're looking for a partner in India? Not, I mean, ഞാൻ അങ്ങനെ പറയല്ല. എനിക്ക് അങ്ങനെ ഒരാൾ ഇപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടി ഒരാളെ കൂടെ വെച്ചാൽ അവർ വർക്ക് മാത്രമേ ചെയ്യുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു കംപ്ലീറ്റ് ഇപ്പം എത്രയോ കപ്പിൾ സിംഗേഴ്സ് ഉണ്ട്, എത്രയോ പേരുണ്ട് നമ്മുടെ ഫീൽഡിൽ തന്നെ ഉണ്ട്. ആക്ടർ ആവട്ടെ, ആക്ട്രസ് ആവട്ടെ. ഇപ്പം ഇന്ന് അജിത്തിന് ശാലിനി എന്നുള്ള ഒരാളെ കിട്ടിയത് കൊണ്ടാണ് അജിത്തിൻ്റെ ലൈഫ് ഇത്രയും നന്നായിട്ടിരിക്കണം. രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റാണ്, ഇല്ലേ? അങ്ങനെ പറയുമ്പോൾ അജിത്ത് എന്ന് പറഞ്ഞ ആളൊരു ആക്ടർ ആവുകയും ശാലിനി എന്ന് പറഞ്ഞ ആക്ട്രസ് അവിടെ അവസാനിക്കുകയാണ് ഉണ്ടായത്. രണ്ടുപേരും ഓരോ പ്രൊഫൈൽ, രണ്ടുപേരും ആക്ടിങ് ഫീൽഡിൽ വന്ന ആൾക്കാരാണ്. പക്ഷേ ശാലിനിയുടെ അവസാനിച്ചു, അജിത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എന്ത് ചെയ്യും? ശാലിനി വളരെ ചെറുപ്പം തുടങ്ങി അഭിനയിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മതിയായി. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ കുറച്ച് കാലത്തിൽ ഞാൻ ഡാൻസേ പഠിപ്പിക്കുന്നില്ല, ആരെയും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും, നീ എങ്ങനെ ഡാൻസ് പഠിപ്പിക്കാണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരെങ്കിലും ഒരു നല്ല ഹസ്ബൻഡായിട്ട് നീ ഒന്നും പോയിട്ട് ജോലിയെടുത്ത് ജീവിക്കേണ്ട, വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കിയിട്ടിരുന്നോ, അല്ലെങ്കിൽ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിതം എനിക്ക് വന്നാൽ ഞാൻ ആദ്യം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. അതേ തന്നെയാണ് ശാലിനി ചെയ്തത്. ശാലിനി ഇൻഫാക്റ്റ് ഞാൻ ചില ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ ആ കുട്ടി ശ്വാസം വിടാണ്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം വന്നപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അഭിനയിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വിചാരം വന്നിട്ടില്ല. ഇന്ന് അവർ വേറെ ലെവലിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഹാപ്പി ഇല്ലാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ദിലീപ് മഞ്ജു വാര്യർ ഇവർ രണ്ടുപേരും നേരെ ഭാര്യ ഭർത്താവായിരുന്നു. അവർ ഡിവോഴ്സായി. പക്ഷെ ഡിവോഴ്സ് ആയപ്പോൾ മഞ്ജു വാര്യർ എന്നൊരു ആക്ട്രസ് പിന്നെയും പുനർജനിക്കുകയാണ് ഉണ്ടായത്. അതെ. അപ്പോൾ മേ ബി അതുപോലെ തന്നെ ശാലിനിക്കും ഇനി വരാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഷീ സ്റ്റിൽ ലുക്സ് വെരി, ഒരുപാട് അവരുടെ വയസ്സ് നോക്കൂ, അവരുടെ ലുക്സ് നോക്കൂ, ഇപ്പോഴും ഒരു ഹീറോയിനായിട്ട് വരാനുള്ള എല്ലാം ശാലിനിക്ക് ഉണ്ട്. പക്ഷെ അത് ശാലിനി മനസ്സ് വെക്കണ്ടേ. ഇപ്പം മഞ്ജു വരണം എന്ന് തോന്നി വന്നു. ഇപ്പോൾ ശാലിനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് ശാലിനിക്ക് പിന്നെ വേദികൾ ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. സത്യമായിട്ടും അവരുടെ ബോഡിയാണ് എല്ലാം. ഇപ്പോൾ നദിയ മൈദു തിരിച്ചു വരുമ്പോഴും അവർക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ശാലിനി മേ ബി അതിനുള്ള ഒരു മനസ്സ് കൊടുക്കാത്തത് കൊണ്ടും അജിത്ത് അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എനിക്കും അറിയില്ല, ഞാനൊരു ചോദ്യം ഒരു ക്ലോസ് വെച്ചതാണ്. അല്ല, അജിത്തിൻ്റെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇത് താൻ എടുത്ത ഡിസിഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ ആരും റെസ്ട്രിക്റ്റ്. ഒരു ആക്ടർ ടു ആക്ടർ ഐ ഡോണ്ട് തിങ്ക്. ഡോക്ടർ ടു ഡോക്ടർ ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ ഞാൻ 2 ഡോക്ടേഴ്സും കൂടിയിട്ട് നീ വേണ്ട, നീ വീട്ടിലിരിക്കും, ഞാൻ പോയി സമ്പാദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഡോക്ടർ പോണ്ടാന്നും പറഞ്ഞിട്ട് അവരെ പിടിച്ച് വീട്ടിലിരുത്തുമോ? ഇല്ല. കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ നടക്കത്തില്ല. ഇറ്റ്സ് ഡിഫിക്കൾട്ട്. വി ഡോണ്ട് നോ വാട്ട് എവർ. ഞാൻ ചോദിക്കുന്നത് ഇനി മാലിക പണിക്കർ എങ്ങനെയുള്ളൊരു വരനെയാണ് നോക്കുന്നത്? അല്ലെങ്കിൽ ഒരു എന്തൊക്കെ ക്വാളിറ്റീസ്? മേ ബി ഈ ഇൻ്റർവ്യൂ കണ്ട് ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടം തോന്നി വരികയാണെങ്കിലോ, മേ ബി അവർക്കൊരു ലൈഫ് പാർട്ട്ണർ വേണം എന്നൊരു തോന്നുന്നു. എനിക്ക് വേണ്ടത് ഒരു നോൺ ദറ്റ് ഈസ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ശരിക്കും അവർക്കൊരു പാർട്ട്ണർ വേണം. ദറ്റ് ഈസ് ഞാൻ ലുക്സ് ഒന്നുമല്ല, പക്ഷെ ഹൈറ്റ് ഉണ്ടാവണം. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാലിക പണിക്കർ ഹൈറ്റ് ഉണ്ട്. എനിക്കത്
ഞാൻ പിന്നെ സെൻറ്റിമീറ്റർ നോക്കുകയാണെങ്കിൽ 173, ഇഞ്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 5.8.5. ഓക്കെ. സോ യു നീഡ് എ 6 feet. നിറയെ ആൾക്കാരുണ്ട്, കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കൂടെ ഞാൻ പറയണ്ടായിരുന്നു ഐ എം ലുക്കിംഗ് ഫോർ എ പഞ്ചാബി പാർട്ട്ണർ എന്ന് പറയണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ് ഐ എം സെയിങ്. എനിക്ക് വേണ്ടത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. റീസെൻ്റായിട്ട് ഞാൻ മെട്രോമോണിയിൽ ഞാൻ വെറുതെ എൻ്റെ വേറൊരു പേരിൽ ഞാൻ വെറുതെ ഇട്ട് നോക്കി. ഒരുപാട് ആൾക്കാർ വരികയും ചെയ്തിട്ടുണ്ട്. യുവർ ഫോട്ടോ, എൻ്റെ ഫോട്ടോ, യെസ് പേര് മാത്രം മാറ്റി, പേര് മാത്രം ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടില്ല. എൻ്റെ ഓഫ് കോഴ്സ് സിംഗപ്പൂരാണ്, എല്ലാം ഉണ്ട്, ഏകദേശം എല്ലാം ഉണ്ട്. പക്ഷേ യു വോണ്ട് ബിലീവ്, ഇന്ന് ഡിമാൻഡ് ചെറിയ ആൾക്കാരെ കാട്ടിയും ഓവർ 50s ഏറ്റവും കൂടുതൽ. അത്ര ആൾക്കാർ. പക്ഷെ അവർ എന്നെ ഒരു ട്രാൻസ് ആണെന്ന് അറിയൂ, അത് ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എനിക്കത് ഇടേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് അവരെ പേടിപ്പിക്കുകയാണ്. ഇത് ഞാൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കൊടുത്ത് പഴകണം. അപ്പോൾ ആ പഴക്കത്തിലാണ് അവർക്ക് മനസ്സിലാവുക നീ ശരിക്കും ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ട്രാൻസ് ആണോ, അതൊന്നും അവർക്ക് മാറ്റർ ചെയ്യില്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ ഒരു സമയത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പാണ്. ഓക്കെ. മോർ ദൻ എ സെക്ഷൽ പാർട്ട്ണർ. Sexual, I can even buy it. I have money, I can buy it. Or there are so many people, we can get it. Yeah. But that is not important. നമുക്കൊരു നല്ല വിശ്വാസമുള്ള, ഇപ്പം എനിക്ക് അവർക്ക് അറിയാം എൻ്റെ ഒരു പാർട്ട്ണറായിട്ട് വന്ന മാലിക കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫാണ്, മാലികയ്ക്കൊന്നും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല, മാലിക ഇസ് വെൽ സെറ്റിൽഡ് എന്നുള്ളത് അറിയും. പക്ഷെ വരുന്ന ആൾക്കാരിൻ്റെ മൈൻഡും എങ്ങനെയാണ് നമ്മൾ നോക്കണം. അവർ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനാണോ വരുന്നത്, അതോ അവരുടെ ജീവിതം ഉണ്ടാക്കാനാണോ, അതോ നമ്മൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പായിട്ട് ഇരിക്കുമോ, ഈ ഒരു ഇതിൽ നമ്മൾ നോക്കണം. ഇപ്പോൾ ശ്രീവിദ്യ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഷീ ഹാഡ് എ വെരി യങ് മാൻ ഇൻ ഹെർ ലൈഫ്. ഓക്കെ. അപ്പോൾ അവർ മരിച്ചു, അവർ സ്വത്തെല്ലാം ഒരാളുടെ അടുത്തേക്ക് പോയി. അഫ്കോഴ്സ് അവരുടെ ജീവിതം ഇപ്പം എങ്ങനെയുണ്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല, അവരാരാണെന്ന് നമുക്കിപ്പം നോക്കാനില്ല. അപ്പം അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലെ ഒരു നല്ല പാർട്ട്ണർ കൂടെ വരണം എന്നുള്ളത് ഇവിടെ ജെൻഡർ മാറ്റർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ്, ഞാനിപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ പോയി ജീവിക്കുന്നല്ല ഞാൻ പറയണത്. ജെൻഡർ മാറ്റർ ഇല്ല പറഞ്ഞാൽ എല്ലാ ജെൻഡേഴ്സിനും. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾക്കൊന്നും ഇവിടെ തേർഡ് ജെൻഡർ ഒന്നും ഉണ്ടല്ലോ, അത് വേണ്ടാന്നാണ് ഞാൻ പറയണത്. അതിൻ്റെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഗേ പാർട്ട്നേഴ്സ് ആയാലും ലെസ്ബിയൻ പാർട്ട്നേഴ്സ്, അവരെല്ലാവരും കംഫർട്ടബിളായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു സെക്ഷൽ പാർട്ട്നേഴ്സിനെയാണ് അവർ ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റർ ചെയ്യില്ല. സെക്സ് ഡസൻറ്റ് മാറ്റർ. മോർ ദൻ ദാറ്റ് അവർക്ക് വേണ്ടത് കൂടെ കിടക്കുമ്പോൾ ഒരാൾ അപ്പുറത്തും ഉണ്ടാവണം. ഒന്ന് ഹഗ് ചെയ്യാനും സങ്കടങ്ങൾ പറയാനും. ഹഗ് ചെയ്തില്ലെങ്കിലും ആര് ഹഗ് ചെയ്യും? ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ ഒരു ഹഗ് എന്നാണ്. അല്ല, നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും, ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, അവിടെ ഒരാൾ അപ്പുറത്ത് കിടക്കേണ്ട, എനിക്കെന്തെങ്കിലും ആയാലും അവർ നമ്മളെ നോക്കാനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇന്ന് മാലികയ്ക്ക് ഇവിടെ വരുന്നതിനും. എനിക്കപ്പോൾ അവിടെ ആൾക്കാരില്ലാണ്ടല്ല, സിംഗപ്പൂരിലിപ്പോൾ ആൾക്കാരില്ലാണ്ടോ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ 4 എൻ്റെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ മാത്രം എനിക്ക് ഇരിക്കാനുള്ള അത്രയേ ഉള്ളൂ. പിന്നെ ഈ അവിടെയുള്ള ജനം, നമ്മുടെ ഇന്ത്യൻസ് ആയാലും നമ്മുടെ ആൾക്കാരായാലും അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഭയങ്കര നല്ല ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ലവരില്ല എന്നല്ല, പക്ഷേ ഇവിടുത്തെ പോപ്പുലേഷൻ ഉണ്ട്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകളെ കിട്ടുന്നില്ല, മാട്രിമോണിയിൽ കൂടുതലും പുരുഷന്മാരെ പ്രൊഫൈൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലിക പറയുന്നു വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് മാലിക പണിക്കർ പറയുന്നത്. എന്താണ് അപ്പോൾ സ്ത്രീകളോട് പറയുന്നത്? എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഞാൻ എൻ്റെ 30-ലും 40-ലും സിംഗിളായിട്ടേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് ജീവിച്ചവളാണ് ഞാൻ. ഓക്കെ. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ സിംഗപ്പൂരിൽ മാത്രം ജീവിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ വീട് വാങ്ങി എല്ലാം ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ ഇങ്ങോട്ട് വരും തന്നെ ആരും വിചാരിച്ചില്ല. ഇപ്പം ഞാൻ റിട്ടേൺ ഇവിടെ വന്നത് എല്ലാവർക്കും ഒരു ഷോക്കാണ്. ഇപ്പം എൻ്റെ കുടുംബക്കാരെന്നെ വിചാരിച്ചു ഞാനിവിടെ വരില്ല, അപ്പോൾ എൻ്റെ സ്വത്ത് എല്ലാം അവർക്ക് എന്നെ കിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ചോദിക്കാനൊന്നും പറയാൻ ആരും വേണ്ട, അവർക്ക് അവിടെ നിന്നോളും, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ വന്ന് ഇവിടെ വരുന്നത്
അവർക്ക് അതൊരു അൺകംഫർട്ടബിളാണ്. ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഷോക്കിങ്ങും ആയിരുന്നു. അവരുടെ ഇൻഡിപെൻഡൻസ് പോയി. ഇപ്പം ഞാനവിടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കതൊരു ബേർഡൻ ആവണം. അവർക്ക് ആ ബേർഡൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടത് മുഴുവനും വെറും എൻ്റെ പണവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഇത് മാത്രം മതി. നിങ്ങളെ നോക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി അവർക്കില്ല. അപ്പോൾ അത് എനിക്ക് അറിയാൻ വന്നത് നന്നായി ഇപ്പം തന്നെ. സോ ഇപ്പോൾ എനിക്ക് ആൾക്കാരെ ചൂസ് ചെയ്യല്ല. അപ്പോൾ ഞാൻ തന്നെ ജീവിതത്തിൽ എൻ്റെ മരുമകൻ്റെ അടുത്ത് ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കല്യാണം കഴിച്ച് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു. ഹി വാസ് മേക്കിംഗ് ഷെയിം ഓഫ് മീ. ഓക്കെ, അത് ഈ പ്രായമായതുകൊണ്ടാണോ അങ്ങനെ ഒരു തോട്ടിലാണ് ആള്? അവൻ്റെ ഇല്ല, അത് അവൻ്റെ മെൻറ്റാലിറ്റി അത്രയേ ഉള്ളൂ. അല്ല, അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇത്ര പ്രായമൊക്കെ 50 above you are getting aged. അതാണ് പറയണത്. അതിന് ആ ഏജ് വരുമ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിൽ നിന്ന് വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ചിരിക്കും. അതിപ്പോൾ പഴുത്ത ഇലനെ കണ്ട് പച്ച ഇല ചിരിക്കുന്ന പോലെ താനും പഴുക്കുന്നുള്ളത് മനസ്സിലാക്കാനുള്ള വയസ്സെപ്പോൾ വരും? അപ്പോഴേ അതറിയുള്ളൂ. അപ്പം ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം ക്രോസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പം എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പാർട്ട്ണർ വേണം. പക്ഷേ ഞാനിപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ താമസിച്ചാൽ എല്ലാവരും എന്നെ ലെസ്ബിയനാക്കും. ഞാൻ കല്യാണം കഴിയാണ്ട് ഒരാളുടെ ജീവിച്ചാൽ അവൾ ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും ഇവിടെ ആൾക്കാർക്ക് പിന്നെ ഇനി ഒന്ന് പറയാം, കേരളത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നും വേണ്ടത്. ഇപ്പം ഞാൻ വന്ന് വണ്ടി കയറാൻ വന്നിട്ട് ഞാൻ വണ്ടിക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓട്ടോ ഡ്രൈവർ എനിക്ക് അറിഞ്ഞ ആളാണ് അവിടെ നിൽക്കണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ സ്ട്രേഞ്ചർ വന്നിട്ട്, ആരാത്, നിങ്ങളെന്തിന് ഇവരെ കൊണ്ടുവന്ന്, എന്തിനാണ് ഇവിടെ നിൽക്കണത്, പിന്നെ നീ എന്താ ചെയ്യണേ, നിൻ്റെ റിലേഷൻഷിപ്പ്, ഇത്ര കാര്യം വിത്തിൻ ദ 2 minutes അവൻ ചോദിച്ചിട്ട് പോയി. ഇപ്പോൾ ഈ വരുന്ന ഒരു 2 hours മുമ്പ് നടന്ന കാര്യം. അത്രയും ക്യൂരിയോസിറ്റിയാണ് ഇവിടുത്തെ ആൾക്കാരിൻ്റെ. ഇതിവിടെ ഉള്ളൂ കേട്ടോ. ചെന്നൈയിലൊന്നും ആരും എനിക്ക് പ്രോബ്ലമേ ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അഡ്വഞ്ചറസ് ചെയ്യാൻ പോവാണ്. ഈസി അല്ല. പിന്നെ കേരളത്തിൽ പാലക്കാട് ഉണ്ടാവും മല്ലിക പണിക്കർ ഇനി തൊട്ട്. എനിക്ക് പാലക്കാട് എന്ന് പറയാനൊന്നും പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സ്വന്തം വിലാസം. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് എവിടെ കിട്ടുന്നോ അവിടെ ഞാൻ നിൽക്കും. അത് ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യ എന്ന് പറയാം. അതിപ്പോൾ ഇവിടെ തന്നെ ആവണമെന്നില്ല. പക്ഷെ എനിക്കെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിനോടും തമിഴ്നാടോടും കൂടുതൽ അടുപ്പം പറഞ്ഞത്, ഞാൻ ജനിച്ചത് എവിടെയാണ്, ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്. അപ്പോൾ തമിഴ്നാടും ഇതും ഒരുപാട് ക്ലോസ് ആണ്. ഇപ്പം നിങ്ങൾ കർണാടക എടുത്ത് ബാംഗ്ലൂർ പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ക്രൗഡ് കണ്ട് പേടിയാണ്, അവിടുത്തെ ജാം. ആന്ധ്ര എനിക്ക് ഒട്ടും അവിടുത്തെ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. എന്താണ് ആന്ധ്രയ്ക്ക് ഒരു പ്രശ്നം കണ്ടത്? പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഒട്ടും അവിടുത്തെ അവയർനെസ്സേ അല്ല ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ആന്ധ്രയിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മര്യാദയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് മര്യാദ ഉണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ അവിടെ പോയത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്ക് തെലുങ്ക് അറിയില്ല സംസാരിക്കാൻ. പിന്നെ നീ അവിടെ പോയി കൾച്ചർ മുഴുവനും മാറ്റണം. കന്നഡ സംസാരിക്കും, പക്ഷെ എനിക്ക് ബാംഗ്ലൂരിൽ പോയി ജീവിക്കാൻ താല്പര്യം. ആ സിറ്റി എന്നുള്ള ഒരു ലൈഫ് എനിക്ക് വേണ്ട. പിന്നെ കേരളത്തിൽ എന്താ പറഞ്ഞാൽ ഇനിയും ആ പഴമയുണ്ട്. ഇന്നും പാലക്കാട് പഴമയിലാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ഡിസ്റ്റൻസിൽ പോവാം. ഇപ്പോൾ പൊള്ളാച്ചി ഉണ്ട്, കോയമ്പത്തൂരുണ്ട്, എല്ലാവിടെയും നല്ല ഒരു ഇയർക്കിയോട് ഇണഞ്ഞ് ജീവിക്കണം. എന്താണ്, ഞാൻ സിറ്റി കണ്ടു. ഈ കോൺക്രീറ്റ് ലൈഫ് വേണ്ട എനിക്ക്. ഇനി പച്ചപ്പും ഹരിതാപവും മതി. മണ്ണോട് മണ്ണാവണ്ടേ? അപ്പോൾ മണ്ണിൻ്റെ അടുത്തേക്ക് വന്നാലേ ഇറങ്ങണ്ടേ, ലാൻഡ് ചെയ്യാൻ മണ്ണെന്നെ വേണ്ടേ? അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മണ്ണെടുത്തിട്ട് വരുന്നു. So Mallika Panikkar is getting completely ഒരു ഇന്ത്യൻ സിറ്റിസൺ. I am ready for my next take, my good sleep. അത്ര പറയാം. I am not, see, എല്ലാത്തിനും നമ്മൾക്ക് അറിയണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എടുക്കേണ്ട ലെസൺ എന്താ പറഞ്ഞാൽ, ഒരു ദിവസം നമ്മളെല്ലാവരും ഗുഡ് സ്ലീപ്പിലേക്ക് പോകണം. പക്ഷെ ആ സ്ലീപ്പ് നല്ല ലാൻഡിങ് ആവണം, നല്ല സ്ലീപ്പ് ആവണം. ഒപ്പം ഒരാളും കൂടി വേണം. ഒരാളല്ല, തൂക്കം 4 ആൾ വേണം. ഞാൻ ഉദ്ദേശിച്ചതല്ല, ലൈഫ് പാർട്ട്ണർ. അതിനുള്ള ആൾക്കാർ നമ്മൾ എന്താ പറയുക, ഒരാളുടെ ജീവിതത്തിൽ തൻ്റെ മരണത്തിൻ്റെ സമയത്താണ് അത്ര അറിയുക. നിങ്ങളുടെ കാണാൻ വരുന്നില്ല, ആ ഒരു ക്രൗഡ് വരുന്നില്ലേ, ആൾക്കാർ നമ്മളെ മരിച്ചു എന്ന് വന്ന്, അതാണ് അത്രയും നമ്മുടെ ജീവിതത്തിൽ. അവിടെ എത്ര ആൾക്കാരാണ് നമ്മളെ കാണാൻ വരുന്നതും അവിടെ വരുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഏൺ. ദാറ്റ്സ് കറക്റ്റ്. ആ റെസ്പെക്റ്റ് കിട്ടുന്നില്ലേ? അയ്യോ ഇവരാണിപ്പോൾ എനിക്ക് കണ്ടേ പറ്റൂ, എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരും.
അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് നമുക്ക് വരുമ്പോൾ കല്യാണത്തിനൊക്കെ ക്ഷണിച്ച് വരുന്നവരാണ്, മരണത്തിന് കേട്ട് വരുന്നവർ. അപ്പോൾ ആ കേട്ട് വരുന്ന ആൾക്കാരും അവിടെ വരുന്ന ക്രൗഡും അതാണ് നിങ്ങളുടെ ട്രൂ നിങ്ങൾ സമ്പാദിച്ച സ്വത്ത്. അപ്പോൾ അത് ഞാൻ ഏൺ ചെയ്യണം. അപ്പോൾ പോകുന്ന സമയത്തും നമ്മുടെ പേരും മാലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാലികൻ്റെ ഒന്ന് ഫ്യൂണറലിൽ പോയി നിൽക്കണം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ഏൺ ചെയ്യണതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് ഇത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് കറക്റ്റ്. പറഞ്ഞു വളരെ ശരിയാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് കുറ്റം പറയാതെ ഒരു മരണം ആണ് നമ്മൾ, അതാണ് ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. അല്ലാതെ ഇവൻ മരിച്ചത് നന്നായി അല്ലെങ്കിൽ ഇവൻ മരിക്കേണ്ടവനായിരുന്നു എന്നൊക്കെ പറയുന്നത്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പലവരും നല്ലതേ പറയുള്ളൂ. അല്ല, അങ്ങനെ മോശം പറയുന്ന ആൾക്കാരുണ്ട് ഉണ്ടെങ്കിലും കൂടി അതിനെ അവർ ഹൈലൈറ്റ് ചെയ്യില്ല. അയ്യോ അവർ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അവർ പോവണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഉള്ളിൽ വേണമെങ്കിൽ കുറ്റം അപ്പം പറയില്ല. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ശല്യം പോയി, ഇനിയിപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്. പക്ഷെ അതല്ല, അതിന് പകരം ഇപ്പം മരിക്കേണ്ടവനല്ല, അല്ലെങ്കിൽ ഹീസ് ഡൺ വെരി ഗുഡ് തിങ് എന്നൊക്കെ പറയുമ്പോഴാണ് അതിനൊരു ലൈഫിനൊരു അർത്ഥം ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വയസ്സായിട്ട് ഭയങ്കര ഇപ്പം ഞാൻ ജർമ്മനി പോയപ്പോൾ 100 വയസ്സ് 2 ആഴ്ച ജീവിച്ച ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ട് അവരെ ഫ്യൂണറലിന് പോയിട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു വലിയ ഇൻസ്പിറേഷനായിരുന്നു. 100 വയസ്സ് ജീവിച്ച ഒരാളിൻ്റെ ഫ്യൂണറലിന് പോയിട്ട് വരിക എന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ അവർക്ക് എനിക്കൊരു മണ്ണിട്ടിട്ട് വരാൻ പറ്റി. അപ്പോൾ ഐ ഫൈൻഡ് ദാറ്റ് ഈസ് സംതിങ് ഡെസ്റ്റിനി. ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ദിസ് ഇസ് എ വെരി ഗുഡ് കോൺവെർസേഷൻ. ഈ 4 മാസം എവിടെയായിരുന്നു? 4 മാസം ഞാൻ ഇവിടുന്ന് എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ലണ്ടനിലുണ്ടായിരുന്നു, ജർമ്മനിയിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു മലേഷ്യ, സിംഗപ്പൂർ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ദേശാടന കിളിയെ പോലെ പറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തുടങ്ങി എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്തും കൂടി ഞാൻ എൻ്റെ പിന്നെ ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ അത് അതിൻ്റെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഫോണിൽ തന്നെ ഇരുന്ന് എനിക്ക് അത് ഏത് ഡെസ്റ്റിനേഷനിലേക്കും എനിക്കിപ്പോൾ ബുക്ക് ചെയ്യാം. വേടൻ്റെ കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? വേടൻ്റെ കല്യാണത്തിലാണ് എത്തിച്ചേർന്നത്, ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ വേടൻ്റെ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ വേടൻ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി ഞാൻ കണ്ടിട്ടില്ല. ഒരു മീഡിയയിലും കൂടി ഞാൻ കണ്ടു, സത്യം പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി എന്താണ്, ഈ വേടൻ എല്ലാവരും ഇത്രയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നിൽക്കണ്ടായിരുന്നു അവിടെ വേടൻ. ഞാൻ അപ്പം കൂടി എനിക്കത് വേടനാണെന്ന് അറിഞ്ഞില്ല. പിന്നെ പെൺകുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വന്നു. മേക്കപ്പ് ചെയ്തതിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്, ഞാൻ, രഞ്ജു, പിന്നെ എല്ലാവരും. അപ്പോൾ അവിടെ വന്നിട്ട് പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോഴാണ് ആളെ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കറിഞ്ഞില്ല ഇത് വേടനായിരുന്നു എന്ന്. ഐ ഡിഡ്ന്റ് നോ ഹിം. ബട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അല്ല, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ ഇൻവിറ്റേഷൻ കൊണ്ട് ഞാൻ പോയതാണ്. രഞ്ജുവിൻ്റെ ഇൻവിറ്റേഷൻ എങ്ങനെയാ പറഞ്ഞാൽ, രഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ കുറേ പട്ടുസാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് വരുമ്പോൾ ഓവർ വെയ്റ്റിൽ. അപ്പോൾ ആ പട്ടുസാരി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ തൃശ്ശൂരായിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രഞ്ജു പറഞ്ഞു ഇവിടെ വന്ന് എടുത്തിട്ട് പൊക്കോളൂ, അപ്പോൾ വരൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ ഒരു പാർട്ട് ഓഫ് കല്യാണത്തിലും നിന്നിട്ട് പോകും. അപ്പോൾ ഞാൻ വന്നു കൊണ്ടുവന്ന ഒരു സാരി, ഒരു ബ്ലൗസും ഇതും മാത്രം എടുത്തിട്ട് പോയി. അപ്പോൾ അതേ തന്നെ സാരിയും കെട്ടി. പിന്നെ ഞാൻ അതാ പറയണത്, ആർക്കാണ് ആരിൻ്റെ കല്യാണത്തിൽ, ഇപ്പം എൻ്റെ സ്വന്തം നീസിൻ്റെ കല്യാണത്തിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഡേറ്റ് മാറ്റി വെച്ചു. സ്വന്തം കല്യാണം, സ്വന്തക്കാരൻ്റെ, എൻ്റെ സ്വന്തം ബ്ലഡിൻ്റെ കല്യാണത്തിന് എനിക്ക് പ്രാപ്തം കിട്ടിയില്ല. അതേ എൻ്റെ സ്റ്റുഡൻറ്റ് ഇപ്പം സിംഗപ്പൂരിൽ ഒരു കല്യാണത്തിന് ഞാൻ അറ്റൻഡ്, ആ കുട്ടി എന്നെ അമ്മ എന്നാണ് വിളിക്കുക. അവൾ എന്നെ വിളിച്ചു സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് വിളിച്ചിട്ട്, ടീച്ചർ എൻ്റെ കല്യാണം കറക്റ്റ് ആ ഡേറ്റ് ഫിക്സായി, എനിക്ക് ആ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് പറയണത്, മനസ്സുകൊണ്ട് നമ്മൾ ഒരാൾ വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അവരേത് ഉലകത്തിലുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കും. അത് ഡെത്തായാലും ശരി, കല്യാണമായാലും ശരി, നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ മനസ്സ് വയ്ക്കണം. അവർ നമുക്ക് വേണം എന്നുള്ള ആ ഒരു പാഷൻ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാത്രമേ. അപ്പം ഞാൻ ആ കുട്ടീനെ മനസ്സ് നിറയെ ഞാൻ ബ്ലെസ് ചെയ്തിട്ട് വന്നു. എത്ര റെസ്പെക്റ്റ് ആ കുട്ടി തന്നതറിയോ എനിക്ക്. സ്വന്തം എൻ്റെ ബ്ലഡ് റിലേഷൻ എന്നും പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടി? ഇപ്പോൾ വേടൻ്റെ കല്യാണത്തിന്, പക്ഷെ വേടൻ എനിക്ക് തന്ന മര്യാദ അമ്മ എന്നാണ് വിളിച്ചത്. അമ്മേനെ അടുത്ത പ്രാവശ്യം എനിക്ക് മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്ന് നമുക്ക് പറ്റും. പക്ഷെ ആ മേടയിൽ വന്നിട്ടും കൂടിയിട്ട് ദ വേ ഹീ കെയിം ടു അസ്. വേടൻ ആ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തെ എന്നിട്ടും വന്നു.
എന്നിട്ടും വന്നിട്ട് ഈ സച്ച് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. വേടൻ്റെ ക്വാളിറ്റി അതാണ്. ആ പക്ഷെ ഞാനത് എനിക്ക് വേടനെ കുറിച്ചിട്ട് ഒന്നും അറിയാണ്ട് ഒരാളെ ഞാൻ അവിടെ മീറ്റ് ചെയ്തു, ഒരാളെ കുറിച്ച് എനിക്ക് അഭിപ്രായം, എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഒരാളുടെ അടുത്ത് അഭിപ്രായം വെക്കാൻ പാടില്ല. നമ്മളെന്താ കാണുന്ന അതാണ് നമ്മുടെ അഭിപ്രായം. എവിടെ വെച്ച് കാണുന്നോ അവിടെ വെച്ച് തുടങ്ങും. പിന്നെയാണ് ഞാൻ പോയി മീഡിയ നോക്കിയപ്പോഴാണ് വേടൻ്റെ പോസ്റ്റ് എനിക്ക് പോയത് മോർ ദൻ 100K സംതിങ്, ഒന്നും ഇതല്ല 100Kൻ്റെ മേലെയാണ് എനിക്ക് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടതിൽ പോയിരിക്കുന്നത്. അപ്പോൾ അതാ പറയണത്, ആർക്ക് അതാ പറയുന്നത്, ഓരോരോ ധാനാധാനമേ ലിക്കാ ഹെ ഖാനെ വാലാ ഖാ നാം എന്ന് പറഞ്ഞ പോലെ എല്ലാ ചോറ്റിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടാണ് ആര് കഴിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ എത്രയോ ആൾക്കാർ, ഇതിപ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നു, എൻ്റെ ഫ്രണ്ട് എനിക്ക് വേടൻ ഒന്ന് ബുക്ക് ചെയ്ത് തരുമോ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. വേടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സൂപ്പർ ഇൻഫ്ലൂസർ എന്ന് വേണം പറയും. ലൈക്ക് ഹീസ് എ സൂപ്പർ സ്റ്റാർ. നിറത്തിലല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിലാണ്. ഇപ്പം നമ്മളൊക്കെ നിറം ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്, പക്ഷെ വേടൻ അത് മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഒരു സാധാരണക്കാരനായ ഒരു പയ്യൻ പാട്ട് പാടി എന്താ പറയുക, മുൾമുനക്കൊണ്ട് ഉള്ള വരികൾ എഴുതിയാണ് അദ്ദേഹം പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ലോക പ്രശസ്തിയായി. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് താങ്കൾക്ക് പോകാൻ പറ്റി. യു ഹാവ് സംതിങ്. അത് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴും ഇപ്പോഴും കാണുമ്പോഴും യു ഹാവ് സംതിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺവെർസേഷനിലായാലും എനിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ. ഡിവൈനിറ്റി ഇത് പറയണല്ലോ, നമുക്ക് പ്രാപ്തം എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിൽ കരയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാനൊരു കല്യാണത്തിന് പോകണം എന്നുണ്ടെങ്കിൽ, വേടൻ്റെ കല്യാണത്തിന് അവരെ കുറിച്ചിട്ട് എത്രയോ വിമർശനങ്ങൾ പിന്നെ കേട്ടു ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക് അവിടെ പോയി നിൽക്കണം, അവർ എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട് ഞാൻ ബ്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രാപ്തമാണ്. മനസ്സിലായോളൂ. ഇപ്പോൾ രഞ്ജു തന്നെ അതൊരു കാരണമാവാം ഞാൻ പോയതിന്. പക്ഷേ രഞ്ജു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ടാന്നും പറഞ്ഞിരിക്കാം, പക്ഷെ രഞ്ജു പറഞ്ഞില്ല. ഞാൻ ബസ് കയറിയിട്ടാണ് പോയത്, 2 ബസ് കയറി ഓട്ടോ പിടിച്ച് ഏതോ ഒരു ഗുദാവിൻ്റെ ഉള്ളിലായിരുന്നു ഈ സ്ഥലം. എനിക്ക് ഒന്നും അറിയാണ്ട് ഞാൻ ഒരു ഉച്ച നേരത്തെത്തി, അവർ നമുക്ക് ശാപ്പാട് വാങ്ങിച്ചു തന്നു, ഡിന്നർ കഴിച്ച്, ഇത്രയും കാര്യം ഞാൻ ഒന്നും, അവർ വിചാരിച്ചു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അങ്ങനെയൊക്കെ ആയിരിക്കുന്നതാണ് അവരുടെ കുടുംബത്തിൽ. പക്ഷേ അവർക്കറിയും, രഞ്ജുവിനറിയാം എല്ലാവരും. പക്ഷെ രഞ്ജുവിന് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രഞ്ജുവിൻ്റെയും ക്വാളിറ്റി അതാണ്. എത്രയോ ആൾക്കാർ അതാ പറഞ്ഞു, രഞ്ജു എന്ത് ചെയ്തു എന്ന് എല്ലാവരും ചോദിച്ചില്ലേ. രഞ്ജു ഇതുപോലെ എത്ര ആൾക്കാരെ ഇന്ന് ജീവിക്കാൻ വഴി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ റോട്ടിൽ പോയി ഇരുന്നാൽ മാത്രമാണോ പിന്നെ നിങ്ങൾ എല്ലാം അച്ചീവ് ചെയ്തല്ലോ എന്ന് പറയണത്? ഡസൻ നീഡ് ടു ബി ഓൾവേസ് പോലീസിൻ്റെ അടുത്ത് അടി വാങ്ങിയവരും ഇവരും ഇത് പറഞ്ഞു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നമ്മൾ എത്രയോ ആൾക്കാർ പിന്നെ പെൻഷൻ വാങ്ങി, എല്ലാവരും ജയിലിൽ പോയവരും അവർക്കൊക്കെയാണോ പെൻഷൻ കൊടുത്തിരിക്കുന്നത്? അത് അങ്ങനെ പറയാം. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം ഒന്നും ഇപ്പോൾ കടലിൽ എത്ര ഒപ്പിട്ടാലും കാണില്ല. ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞ് ചെയ്താൽ മാത്രമേ അത് അറിയുള്ളൂ, ഇല്ലെങ്കിൽ അത് അറിയില്ല. ഇപ്പം നിങ്ങളെനിക്ക് വേദി തന്നു, ഞാൻ അറിയിച്ചു. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മുമ്പ് അറിയോ ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നു എന്നോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണെന്നും കൂടി അറിയാണ്ടാണ് എല്ലാ ആൾക്കാരും മുഴുവനും എനിക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ തരാൻ വരുന്നത്. എന്തുകൊണ്ട്? ഞാൻ എന്താ അവർക്ക് പൈസ കൊടുത്തു? ഇല്ല. ഞാൻ ചോദിച്ചു വാങ്ങിയതാണോ? അല്ല. പക്ഷെ അത് ഇത്ര ഹിറ്റാവുന്ന അവർ അറിയാണ്ട് എന്നെ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇട്ടത്. ആ ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ റിസ്ക്. ഇന്നത് വിജയിച്ചത്. ഇന്ന് ഈ ചാനൽ എന്ന് പറയുന്നത് സെലിബ്രിറ്റീസിന് മാത്രം എടുക്കാമെന്നല്ല. അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. മൈമീഡിയ ഒറിജിനൽസ് പറഞ്ഞ ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമാണ്. ലോകം എല്ലാവരും അറിയണം എന്നൊരു ചിന്താഗതി ഈ ചാനൽ ഓണറുണ്ട്. ഞാൻ അതിൽ ജസ്റ്റ് ഒരു ഫ്രീലാൻസ് ആങ്കറാണ്. ഞാനിപ്പോൾ ഇന്ന് കേരളത്തിൽ സെലിബ്രിറ്റി ആയത് നിങ്ങളുടെ ചാനലാണ്. ഞാൻ എത്രയോ കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ ഒരു ഇൻ്റർവ്യൂ ആണ് മാലികയ്ക്ക് ഇന്ന് റെക്കഗ്നിഷൻ. ഇപ്പോൾ ശരവണ ഭവനിൽ ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന റെക്കഗ്നിഷനാണ്. അത് ഞാൻ എന്നും കടപ്പെട്ട്, അതുകൊണ്ടല്ലേ തിരിച്ച് രണ്ടാമത് വിളിച്ചപ്പോഴും ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വരേണ്ട അത്ര ആവശ്യമൊന്നുമില്ലല്ലോ. പണം ഡീലിങ് ഇതൊക്കെ മാത്രമായിരുന്നുണ്ടെങ്കിൽ
ഞാൻ സത്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സെലിബ്രിറ്റീസിന് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും ലൈക്ക് ഇത്ര രൂപ വേണം എന്നൊക്കെ. പക്ഷേ മാലികനെ ഞാനല്ല വിളിച്ചത്, നമ്മുടെ ചാനൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല തെറ്റുകളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത പല ആൾക്കാരും തെറ്റായിട്ടുള്ള കാര്യം ഞാൻ എന്തുകൊണ്ട് അതിന് റിയാക്ട് ചെയ്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു റിട്ടേൺ കൊടുക്കാം. പക്ഷേ എനിക്ക് അവരാരിൻ്റെ പേര് പറയാനും എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടറിയോ? അവരാരും അതിന് ഡിസേർവ് ചെയ്യില്ല. ദേ ഡോണ്ട് ഡിസേർവ് ദാറ്റ് സോർട്ട് ഓഫ് എ പബ്ലിസിറ്റി. എനിക്കവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പക്ഷേ ചെയ്തു. അവർ നെഗറ്റീവായിട്ട് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ പിന്നെയും കുറച്ചും കൂടി ആൾക്കാർ പോയിട്ട് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് പോയി നോക്കി പിന്നെയും നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റായി. ആരോ കൊണ്ടുപോയി ഇട്ടത് 3 മില്യനൊക്കെ പോയിട്ടുണ്ട് റീല്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പിന്നെ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് വേണം. വെറും സ്വീറ്റായിട്ടുണ്ടെങ്കിലും അത് തികട്ടും, കുറച്ച് ഉപ്പൊക്കെ വേണ്ടേ, ഇരിക്കട്ടെ. എനിവേ താങ്ക്സ് ഫോർ കമ്മിങ്. അത് പാലക്കാട് നിന്ന് കൊച്ചി വരെ വന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ തന്നു. ആൻഡ് ഷീ ഈസ് വെരി ബിസി. ഇനി പറക്കാൻ പോവാണ്, ലൈക്ക് ദേശാടന കിളികൾ പറക്കുന്നുകൊണ്ടിരിക്കാൻ. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ സന്തോഷം. ലാസ്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും ഇതുപോലെ വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന്? ഉണ്ടാവും. എനിക്ക് ഇതിപ്പോൾ നമ്മൾ ഒരിക്കൽ സംസാരിച്ച് വിടുന്ന കാര്യമല്ല. പല തെറ്റുകളും കാര്യങ്ങളും അക്യുമുലേറ്റ് ആകുമ്പോൾ മാലികയ്ക്ക് അതിലൊരു അഭിപ്രായം പറയാനുണ്ടായിട്ട് അവർ വിളിക്കുമ്പോൾ ഞാൻ വരും. അതിനുള്ള ക്ലാരിഫിക്കേഷനും ഞാൻ കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഈ പ്രാവശ്യം എന്തായാലും എത്ര പേര് എന്നെ ഇഷ്ടപ്പെടുമില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ബെസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയത്. വെളിനാട്ടിലിരുന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ. ഇതേ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇപ്പോൾ ലൈവ് ഇൻ്റർവ്യൂ ഞാൻ ചെയ്തു. അതും കൂടിയിട്ട് ഷഫീദ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ബൂസ്റ്റ് കിട്ടിയത് ആ സമയം. അപ്പോഴാണ് അറിഞ്ഞത് ഇനിയും ആൾക്കാർ നമ്മളെ കേൾക്കാനും ആളുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞത്. സാധാരണ ഓരോ ആൾക്കാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ്. പക്ഷെ മാലിക എപ്പോഴും ഷീ ഹാസ് സം അതർ ടോപ്പിക്സ് ചർച്ച ചെയ്യാൻ. എൻ്റെ കിണറിൽ വെള്ളം ഊറ്റി വരും, അതാ പറയുന്നത്. നാച്ചുറലായിട്ട് വരുമ്പോൾ അത് സ്റ്റേഗ്നൻ്റ് ആവില്ല. ഓക്കെ, നമ്മൾ അതാ പറയുന്നത്, നമ്മളും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അവയർനെസ് വേണം. ഗ്രൂപ്പ് ഇന്നിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് എത്ര വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി അറിയോ? ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നറിയോ? കേരളത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാർ അവരവരുടെ അഭിപ്രായം എന്നെ എത്രയോ ആൾക്കാർ എന്നോട് ചണ്ട കൂടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ കാണിക്കുന്ന ഓരോരോ തെറ്റുകളും ഒറ്റ കാര്യം പറയാം, ആരും വെറുതെ പബ്ലിസിറ്റി കിട്ടാനും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എക്സ്പോസ് ചെയ്യുന്ന പല ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ്. അത് നിർത്തണം. അത് നമുക്ക് നിങ്ങൾക്ക് പൈസ കിട്ടും, പക്ഷെ കെട്ടപ്പേര് മറ്റവർക്ക് കിട്ടും. അതൊന്നും മറക്കാണ്ട് എടുക്കാൻ നോക്കണം. ഇത് പറഞ്ഞുകൊണ്ട് മാലിക, താങ്ക് യു സോ മച്ച്. ഞാനാണ് താങ്ക്സ് പറയുന്നത്. അത് വലിയൊരു പോയിൻ്റാണ്. നിങ്ങൾ ഫെയിമിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയ്ക്കോ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മാലിക നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, കുറച്ച് നാൾ കഴിഞ്ഞാൽ പഴുത്തേല വീഴും, അപ്പോൾ പച്ചല ചിരിക്കും, പഴുത്തേല നാളെ നിങ്ങളാവും. അപ്പോൾ അതാലോചിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിർത്താണ്. എനിവേ താങ്ക് യു സോ മച്ച് മാലിക പണിക്കർ. ഇനി നമുക്ക് ദേശാടനങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് ഇന്ത്യ മൊത്തം കറങ്ങട്ടെ, എല്ലാ കാര്യങ്ങളും പഠിക്കട്ടെ. ആര് കണ്ടു അടുത്ത വർഷം എൻ്റെ റിയൽ പാർട്ട്ണറിൻ്റെ ഇതൊന്നും കാണിച്ചിട്ടില്ല. പാർട്ട്ണറിൻ്റെ കൂടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ വി ആർ വെയിറ്റിംഗ്. ഞങ്ങൾക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കിട്ടട്ടെ. മാലിക പണിക്കർ വിത്ത് പാർട്ട്ണർ, കല്യാണം കഴിയട്ടെ, റൈറ്റ് പേഴ്സണെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് വൺസ് അഗൈൻ ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത അതിഥിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളിവിടെ സെക്സ് വർക്കേഴ്സിനെയോ അല്ലെങ്കിൽ മോശമായിട്ടൊരു ഇൻഫ്ലുവൻസിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയൽ ലൈഫ് സ്റ്റോറീസ് കൊണ്ടുവരിക, അവരെ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ കാണിക്കുക, അറിയാനുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടീവ്. സോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗരൻ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ ഒറിജിനൽസ്. ബൈ.